നമ്മുടെ ചെമ്മീൻ ഫ്രൈ. ചെമ്മീൻ മേടിച്ച് നന്നാക്കി ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഒരു തരും. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എല്ലാം ഇട്ട് നമ്മൾ ഈ ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ സ്വർക്ക ഒഴിച്ചാൽ സ്വർക്ക അല്ല വിനാഗിരി ഒഴിച്ചാലും മതി. എന്നിട്ട് ഒരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് വറുക്കുക. അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വേപ്പിലിടണം, അത് ഞാൻ മറന്നുപോയി. ഇത് സെക്കൻഡ് ട്രിപ്പ് അല്ലേ അമ്മ? അത് രണ്ടാമത്തത്. സെക്കൻഡ് ട്രിപ്പ്. നല്ല മൊരിയണം, എന്നാലാണ് സിമ്മിലിട്ടാലാണ് അത് ഉള്ളു വേവുള്ളൂ. നമ്മള് ബിരിയാണി ഉണ്ടാക്കാനും ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് റോസ്റ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് നമ്മൾ മസാല ഒക്കെ വഴറ്റിയിട്ട് അതിലിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു ദിവസം വെക്കണം. ഇൻഷാല്ലാ. ഞാൻ നാരങ്ങ നീര് ഒഴിക്കണം തിരി. ആദ്യം ഒഴിച്ചതാണ്, പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് ആണല്ലോ. മീനല്ല, ചെമ്മീനല്ല, അപ്പൊ ഒരു പുളിയുടെ അല്ലെങ്കിൽ ഫ്രൈക്ക് നമ്മൾ അങ്ങനെ ചെയ്യണത് നല്ലതാ. കറിവേപ്പിലിന് മുകളിൽ ഇങ്ങനെ വിതറി കഴിക്കാൻ നേരത്ത് സവോള പച്ചമുളകും കീറിട്ട രണ്ടോ മൂന്നോ ഇടാം നമ്മളെ ഇഷ്ടത്തിന്. അത് ഉണ്ടാക്കി ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടി ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഉമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ.